റോഷാക്ക് എന്ന ചിത്രത്തിന് ശേഷം നിഫാം ബഷീർ സംവിധാനം ചെയ്ത ചിത്രമാണ് പൃഥ്വിരാജും പാർവതിയൊക്കെ നായികനായകന്മാരായ ചിത്രം ഐ നോബഡി എന്ന ചിത്രം. ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട റിവ്യൂ ഞാൻ ഇട്ടിരുന്നു. അത് താല്പര്യമുള്ളവർ പോയി കാണുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കളക്ഷനാണ്, ആദ്യ ദിന കളക്ഷനാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പൃഥ്വിരാജിനെ സംബന്ധിച്ച് വിലായത്ത് ബുദ്ധ ഇറങ്ങിയതിന് ശേഷമുള്ള ചിത്രമാണ്. അതൊരു വമ്പൻ പരാജയമായിരുന്നു. ഇതും പോസിറ്റീവ് അഭിപ്രായം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ പല റിവ്യൂവും കാണുമ്പോൾ മനസ്സിലാകുന്നത്. ആദ്യ പകുതി ഗംഭീര അഭിപ്രായം, രണ്ടാം പകുതി വളരെ മോശം അഭിപ്രായമാണ് ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത്. ഒരു ചിത്രത്തിന് തന്നെ രണ്ട് അഭിപ്രായം വരുന്നതും അപൂർവമായ കാര്യമാണ്. ആദ്യ പകുതി സംവിധാനം ചെയ്ത സംവിധായകനാണോ രണ്ടാം പകുതി സംവിധാനം ചെയ്തത് എന്നതും പലരും സംശയം ഉന്നയിക്കുന്നത് കണ്ടു. അപ്പോൾ തിരക്കഥയുടെ പോരായ്മ തന്നെ ചിത്രത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കളക്ഷന് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. പ്രീഫെയിൽ കളക്ഷൻ എന്ന് പറയുന്നത് 86 ലക്ഷം രൂപയായിരുന്നു ഇന്നലെ ലഭിച്ചത്. ഇന്ത്യയിലൊട്ടാകെ 1 കോടിയും അതുപോലെ വേൾഡ് വൈഡ് കളക്ഷൻ 1,18,00,000 പ്രീഫെയിലായിട്ട് വന്നത്. ഒരു പൃഥ്വിരാജും പാർവതിയൊക്കെ ഒന്നിക്കുമ്പോൾ ഒരു മികച്ച കളക്ഷനൊന്നുമല്ല ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നേടാൻ പറ്റിയത്. കാരണം മോഹൻലാൽ കഴിഞ്ഞ് യുവനായകന്മാരിൽ തിളങ്ങി നിൽക്കുന്ന 2 താരങ്ങളാണ് പൃഥ്വിരാജ്, മറ്റൊന്ന് ദുൽഖർ. അവരുടെ ചിത്രങ്ങൾ ഇതിലും വലിയ കളക്ഷനൊക്കെയാണ്, പ്രീഫെയിലൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. അത് ചിത്രത്തിന് കിട്ടിയില്ല. ഭയങ്കര ഹൈപ്പൊന്നും ഈ ചിത്രത്തിന് ലഭിച്ചില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇത് ആദ്യ ദിന കളക്ഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ട്രാക്കിംഗ് കളക്ഷനായിട്ട് എത്തിയിരിക്കുന്നത് 1,49,00,000 രൂപയാണ്. 1,49,00,000 ട്രാക്കിംഗ് കളക്ഷൻ കേരള കളക്ഷൻ നേടിയത് സാമാന്യം ഭേദപ്പെട്ട കളക്ഷനാണ്. പ്രത്യേകിച്ച് പ്രീഫെയിൽ 86 ലക്ഷം നേടിയ ചിത്രത്തെ സംബന്ധിച്ച് സാമാന്യം ഭേദപ്പെട്ട കളക്ഷനാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഈ ചിത്രം ഏകദേശം 2 കോടിക്ക് മുകളിലുള്ള റേഞ്ചിലേക്ക് ഈ ചിത്രം എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. പക്ഷേ വേൾഡ് വൈഡ് വളരെ നിരാശകരമായ പ്രകടനമാണ് ഈ ചിത്രം നേടാൻ പോകുന്നത് എന്നാണ് അറിയാൻ പറ്റുന്നത്. ഏകദേശം വേൾഡ് വൈഡായിട്ട് 3 കോടി ഈ ചിത്രം നേടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം നമ്മൾ ടിക്കറ്റ് ബുക്കിംഗ് നോക്കുമ്പോൾ 1670 ടിക്കറ്റാണ് മണിക്കൂറിൽ വിറ്റുമാറിക്കൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് ഇത് 3000 ഒക്കെ കിടക്കുന്നത് കണ്ടു. അങ്ങനെ ഒരു പൃഥ്വിരാജ് ചിത്രത്തെ സംബന്ധിച്ച് മികച്ച ബുക്കിങ്ങും അല്ല ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങളൊന്നും ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുമില്ല. അത് ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളിലെ പ്രകടനത്തെ ബാധിക്കുമെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ശനിയും ഞായറും മികച്ച രീതിയിലുള്ള കളക്ഷനും തിങ്കളാഴ്ച കൊണ്ട് ചിത്രത്തെ സംബന്ധിച്ച് ഒരു നിർണായക മൂവ്മെൻറ്റിലേക്ക് മാറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും പോയി കാണുക. ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായമായിരിക്കാം. നമ്മുടെ അഭിപ്രായം ആയിരിക്കണമെന്നില്ല മറ്റുള്ളവർ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി ചിത്രം കണ്ടതിന് ശേഷം മാത്രമേ വിലയിരുത്താവുള്ളൂ. റിവ്യൂ ഒക്കെ നോക്കി വിലയിരുത്തുന്നത് നമ്മളത് മാറ്റി വെക്കുക. ഒരു ചിത്രത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് തിയേറ്ററിൽ പോയി ചിത്രം കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരും തിയേറ്ററിൽ തന്നെ ചിത്രം കാണാൻ പോവുക. അപ്പം ഇതിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. അതുവരെ എല്ലാവർക്കും ഓക്കെ ബൈ.